ഈ മനുഷ്യരൊക്കെ എന്താല്ലേ ഇങ്ങനെ എപ്പോഴും നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ പറയാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നും ചിന്തിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു എന്നും മനസ്സിൽ കണക്ക് കൂട്ടി അതൊരു വിരോധം പോലെ കൊണ്ടു നടക്കുക. അതുപോലെ തന്നെ അസൂയ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരുടെ ഇടയിലുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് നല്ല മനുഷ്യരുമുണ്ട്. മറ്റുള്ളവർ എത്ര മോശം രീതിയിൽ പെരുമാറിയാലും അവരുടെ നന്മകൾ മാത്രം നോക്കി അവരെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന കുറേ നല്ല മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ അവരെന്തൊക്കെ തെറ്റുകൾ ചെയ്താലും ആ തെറ്റുകൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് കരുതി ക്ഷമിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് നല്ല ആളുകളുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സിനെ വളരെയധികം മുറിവേൽപ്പിക്കുന്ന കുറേ ആളുകളെക്കുറിച്ചാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുള്ള ആളുകളായിരിക്കാം. ആരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ, ഇവരുമായിട്ട് ഇടപെടുമ്പോൾ, ഇത്തരം സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെന്നില്ലാത്ത സങ്കടവും അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യവും വരും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു കുറ്റം കണ്ടുപിടിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാതെ ചിന്തിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നന്മയെ മറ്റുള്ളവർ കാണാതിരിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഏറ്റവും വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിരന്തരം നമ്മളിതുപോലെ നമ്മൾ അങ്ങനെയല്ല എന്ന് നമുക്ക് ബോധ്യമുള്ളപ്പോൾ മറ്റുള്ളവർ നീ ഇങ്ങനെയാണ്, നീ ഇതാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ദുഃഖം, അത് വളരെയധികം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ആളുകളുണ്ടാവും. ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ചും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നതാണ്, വാർത്തകളിലൂടെ നമ്മൾ കാണുന്നതാണ്. നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കുന്ന കുറേ ആളുകളുണ്ടാവും. എന്തൊക്കെ നല്ലത് ചെയ്യുമ്പോഴും കുറ്റങ്ങൾ മാത്രം കേൾക്കുന്ന കുറേ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ നീയാണ് എല്ലാത്തിനും കാരണം, അല്ലെങ്കിൽ നീ ശരിയല്ലാത്തത് കൊണ്ടാണ്, നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അങ്ങനെ പറയുന്നവരുണ്ടാവും. അപ്പോൾ തെറ്റുകൾ, ഇനി അഥവാ ഒരു തെറ്റുകൾ വന്നാൽ നമ്മളോട് ക്ഷമിക്കാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ഇത്തരം ആളുകളുടെ കൂടെ ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൂടെയുള്ള തന്നെ ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ വരും. നമ്മളവിടെ വളരെയധികം എന്താ പറയുന്നത്, ഒറ്റപ്പെടലും അതുപോലെ തന്നെ സങ്കടവും, അതുപോലെ തന്നെ ഈ ലൈഫിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത്, അങ്ങനെയുള്ള ചിന്തയും, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലുള്ള ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് നിരന്തരം ഇത്തരം വാക്കുകളിലൂടെ, അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ ഇടയിലുള്ള ജീവിതത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പതിയെ നമ്മളറിയാതെ തന്നെ നമ്മളിലുള്ള സന്തോഷവും നമ്മളിലുള്ള ചിരിയും ഒക്കെ മാറി നമ്മൾ പതിയെ ഒരു സങ്കടാവസ്ഥയിലോട്ട്, ഒരു ഡിപ്രഷനിലോട്ട്. ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം വരുന്ന ഒരു കാര്യമല്ലല്ലോ, ഒരുപാട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന ഒരു അവസ്ഥയല്ലേ. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതൊക്കെ മാറി വളരെയധികം ഹാപ്പി ആയിട്ട് ഇത്തരം ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ പോലും നമ്മളെ കുറ്റപ്പെടുത്തിയും നമ്മളെ ഒറ്റപ്പെടുത്തിയും നമ്മളുടെ നന്മ കാണാതിരിക്കുന്നവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കരുത്തുറ്റവരാവാം, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടായാലും നമ്മളതൊന്നും വകവയ്ക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ചെവി നമ്മൾ അടച്ചു വെച്ചു എന്ന് ചിന്തിച്ച് നമ്മൾ നമ്മളുടെ ആക്ടിവിറ്റിയിലോട്ട്, നമ്മുടെ ജോലികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വായനാശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബുക്കുകൾ, നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന ബുക്കുകൾ നമുക്ക് വായിക്കാം.
അതുപോലെ തന്നെ നമുക്ക് ഗാർഡനിങ് പോലുള്ള കാര്യങ്ങൾ, ഈ വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗാർഡനിങ് പോലുള്ള കാര്യങ്ങൾ അവർക്ക് വളരെയധികം മാനസിക സന്തോഷം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം മാനസികമായിട്ടുള്ള സന്തോഷം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ മായ്ക്കാനും മറയ്ക്കാനും അതുപോലെ തന്നെ ഒന്ന് എനർജി കിട്ടാനും നല്ല പോസിറ്റീവ് വൈബ് കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരുപാട് ദൂരത്തോട്ടല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ അടുത്ത്, അങ്ങനെ ചെറിയ ചെറിയ യാത്രകളിലൂടെ നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ നല്ല ഒരു എനർജിയും മൈൻഡ് ഒരു ഫ്രഷായ ഫീലിങ്ങും നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ നെയ്ബേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് എവിടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി കിട്ടുന്നത്, അവിടെ നമ്മൾ ഇങ്ങനെ ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ആ ഒരു സ്ഥലത്ത് പോകാനും അല്ലെങ്കിൽ അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനും ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും പതിയെ പതിയെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മുടെ പഴയ ഊർജ്ജം വീണ്ടെടുക്കാനും സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെറും കയ്യിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കി നമ്മുടെ അനുഭവത്തിലൂടെ ഇതിലൂടെയൊക്കെ കടന്നു പോയി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു റിലീഫ് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈഫിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. ആര് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.